പ്രമാണി രക്ഷിക്കപ്പെട്ടു. അവിടെ വായിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം. ദൈവത്തിൽ വിശ്വസിച്ചവരൊക്കെ ആനന്ദിക്കണം. നമ്മുടെയൊക്കെ വിശ്വാസത്തിലാണ്. അതെ, ഇന്ന് എഴുന്നള്ളിച്ചോടിഞ്ഞോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ആ വസന്ത വന്ന കോഴി വരുമ്പോലുള്ള മരവും വന്നേച്ചാൽ പഴയ കസേര മടക്കി വെച്ചതുപോലെ ഇരിപ്പും ഒരു സന്തോഷമില്ല. ഇത് ദൈവത്തിൽ അങ്ങനെ ലേശുപാസ്യ വാക്യമായി ഞാൻ നിർമ്മിച്ചു ഒപ്പിക്കാനായി ഇതുങ്ങളെല്ലാം ചിന്തിച്ചേക്കണം. വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിലല്ലയോ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചതല്ലയോ? 16-ാം അധ്യായത്തില് വായിച്ചേ. ഭക്ഷണം പിന്നെ കഴിക്കാം, ഇത് വായിരിക്കും എന്ന് ഭക്ഷണത്തിന്റെ കാര്യമാണ്. അത് വായിക്കും. ദൈവത്തിൽ വിശ്വസിച്ചതിൽ ഭക്ഷണത്തിന് ഒരു ആനന്ദമുണ്ട്. ഇത് കഴിഞ്ഞ് അപ്പോൾ സന്തോഷിക്കാൻ കാരണം ദൈവത്തിൽ വിശ്വസിച്ചതിൽ എന്ന് പറഞ്ഞാൽ സത്യദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തു, ആ ദൈവത്തിൽ വിശ്വസിച്ചതില്ല. അവിടുന്ന് ഏകദൈവമാ, സത്യദൈവമാ, നിത്യദൈവമാ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു, ആ ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദമാണ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ സന്തോഷം അതാ. അല്ല കൂട്ടാൻ കാറ്റ അടിച്ചതിന്റെ അല്ല. റബ്ബറിന്റെ വില കൂടിയപ്പോൾ വന്ന സന്തോഷമൊന്നുമല്ല. അല്ലല്ലോ. പിള്ളേര് കാനഡയ്ക്ക് പോയി, അതാണോ സന്തോഷം? കൊച്ചുകളവിടെ കിടന്ന് കഷായിക്കുക. ഇവിടെ നിങ്ങൾ കിടക്കാം. മോനിവിടെ കാനഡ അവൻ തണുപ്പ് മേടിച്ച് ഐസ് മാരി കോരി അവിടെ നിന്ന് ജോലി ചെയ്യാൻ വേറെ ആണ്. കൊച്ച നിന്ന് കോരുക. അന്ത ഇവിടെ കാനഡ എപ്പോഴും നെല്ലുവില കളിക്കുന്ന ഇവിടെ ഉണ്ട് കാനഡ. കൊച്ചുങ്ങളവിടെ കിടന്ന് കഷായിക്കുക. കൂടി കൊച്ചുങ്ങൾ നോക്കാൻ ആളില്ല. അപ്പൊ പറഞ്ഞ് തങ്കമ്മാമയെ കൊണ്ട്, തങ്കമ്മാമ കൊടുത്തത് തങ്കമ്മയെ കനപ്പിക്കാൻ കൊണ്ട്, കൊച്ചിനെ നോക്കാൻ കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന് തണുപ്പും പിടിച്ച് അടിച്ച് നീരും വെച്ച് കയ്യെ സോപ്പിട്ട് കാലയെ സോപ്പിച്ച് കയറ്റി ഇത് പടത്തി കിട്ടുന്ന നാളെ അതെല്ലാം ചുറ്റി അടിച്ച് 2 കണ്ണ് മാത്രം കാണാം. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. ഇവിടെ മോൻ അമേരിക്ക അങ്ങോട്ട് പോയില്ലേ? പോയി നിങ്ങൾ പോയോ? ചെല്ലില്ലേ? പോയതിന് കുറ്റമൊന്നും പറഞ്ഞതല്ല. പിള്ളേര് പോട്ടെ, നന്മ കൊടുക്കട്ടെ. പക്ഷെ അതല്ല സന്തോഷം. നീ രക്ഷിക്കപ്പെട്ടതാ സന്തോഷം. നീ ഒരു ദൈവവൈദ്യനായി തീർന്നതാ സന്തോഷം. യേശുവിനെ വിശ്വസിച്ചു, യേശുവിന്റെ ഉള്ളത്തിൽ വന്നു. എനിക്ക് ആ പാട്ട് മൊത്തം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പാട്. യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ അങ്ങനെ പാട്ടില്ലേ? എന്ത് മാറ്റം? യേശു ഉള്ളത്തിൽ വരണം. യേശു അങ്ങനെ വിധിയെ കടന്നിങ്ങനെ ആടിയാ പോരാ. മനസ്സിലായില്ല? ആണിയെ തറച്ച യേശു കടന്ന് ആടുക അതല്ല. യേശു അകത്ത് വരണം. സ്തോത്രം. യേശു അകത്ത് വരണമെന്ന്. അവ ദൈവത്തിൽ വിശ്വസിച്ച് തരാൻ ആനന്ദം. അവ സന്തോഷിക്കാൻ നമ്മുടെ രീതികളാണ്. കാരാഗ്രഹമാണ് കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം. അതാണ് നമുക്ക് ആനന്ദം. മാത്രമാണോ വലിയ പള്ളിയിൽ പോയിട്ടിങ്ങോട്ട് വരിക? ഷാണ്ണൻ പുള്ളി പള്ളിയെ പോയിട്ട് വണ്ടിയെ വരിക. നേരെ വന്നപ്പോൾ മൊബൈലിൽ മിസ് കോൾ വിട്ടോണ്ടിരിക്കുകയല്ല, തിരുവെടുത്ത് വായിച്ചോണ്ടിരിക്കുക. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും മൊബൈല, പള്ളിക്കകത്തിരിക്കുമ്പോഴും മൊബൈല. ഉപദേശം നല്ല കണക്കിന് പ്രസംഗിക്കുമ്പോൾ അവൻ സൈഡ് ബിസിനസ് ആയത്. എന്തിനാടാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വരുന്നത്? എന്നിട്ടും പറയാം ഞാൻ പാട്ട് നോക്കാം. പിന്നെ അവിടെ ഇരുന്ന് മൊബൈലിൽ കളിക്കാണ് മിച്ചതും. ആരാധനയ്ക്ക് വേറെ പുസ്തകം ചെന്ന് ഇപ്പൊ കൊണ്ടുവരികയല്ല, കൊണ്ടുവരത്തില്ല. എല്ലാം ഉണ്ടെന്നാണ്. എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്. 46-ാം സങ്കീർത്തനം എടുത്ത് തോണ്ടിയപ്പോൾ ലില്ലിക്കുട്ടി ഇറങ്ങി വരുന്നു. എന്നാലും ലില്ലിക്കുട്ടിയെ കണ്ടാക്കാൻ ആ സങ്കീർത്തനം അവിടെ എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ? പക്ഷെ വേറെ പുസ്തകം മുന്നോട്ട് മടക്കാൻ 46 മാത്രമേ ഉള്ളൂ. അതിനകത്ത് 46 തന്നെയല്ല. അത് പറയാം എല്ലാം ഉണ്ട് കയ്യിലിരിക്കട്ടെ. അപ്പൊ ഒരു കാര്യം പറയാം, നമ്മുടെ സന്തോഷം രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ശന്തനെ ദൈവാലയത്തിൽ പോച്ചിനോട്ട് വന്നപ്പോ തേരിൽ നിന്ന് തിരുവെടുത്ത് വായിക്കുക. അപ്പൊ വീരിപ്പോച്ചൻ ഇവിടെ ശുശ്രൂഷ ശമരിയിൽ വീരിപ്പോച്ചനോട് പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാൻ പറഞ്ഞു. ഓടി ഡ്രസ്സൊക്കെ നിർജ്ജന ദേശം അങ്ങോട്ട് ഇല്ല. തേരാണ്ട് വരണ്ട് ചേർന്ന് കയറാൻ പറഞ്ഞു. കയറി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. എന്തുവാ വായിക്കുന്നത്? അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ അതൊന്നുമല്ല, ഞാൻ തിരുവെടുത്ത് വായിക്കുക. ഏത് ഭാഗമാണ്? യശയ്യാ പറഞ്ഞതാണ്. ഏതാ വിഷയം? അറക്കാനുള്ള ആളെ പോലെ. ഇതാരെ പറ്റിയാ? വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഓ ഞാൻ ഇങ്ങനെ വായിച്ചു വിടുന്നതേ ഉള്ളൂ. ഒന്നും അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ വായിച്ചൊക്കെ വിടുക. പണ്ടൊരാൾ വായിച്ചു, രാമനോ മുണ്ടില്ല, ലക്ഷ്മണനോ തോർത്തുമില്ല.
ഹനുമാൻ ഓരോരോ രോമങ്ങൾ വിടുതെറിഞ്ഞു. രാമൻ ഉണ്ടില്ലെന്നാ. ലക്ഷ്മണൻ ആ കാര്യം ഓർത്തില്ല. അതിന് പുള്ളി പറഞ്ഞു രാമന് മുണ്ടുമില്ല, ലക്ഷ്മണന് തോർത്തില്ല, മുണ്ടും തോർത്തില്ല നടക്കുക. വായിച്ചങ്ങ് വിടുക. ചെല്ലി വായിക്കുന്നതേ ഉണ്ട്, നമ്മുടെ ഇടയിലുമുണ്ട്. പണ്ടൊരാൾ വായിച്ചു, എപ്പോഴും പറഞ്ഞ വായിച്ചു, എപ്പസോസ് വെച്ച് ഞാൻ മൃദംഗ യുദ്ധം ചെയ്തു. ഞങ്ങളുടെ പൊതുവെ ചോദിച്ചു, മൃദംഗ തവലാണ് നീ വായിക്കുന്നത്, മൃഗയുദ്ധം ചെയ്തെന്നാ പുള്ളി വായിച്ചു പഠിക്കുന്നത്. എപ്പസോസ് വെച്ച് പുള്ളി വായിക്കുക. ഇതെന്നാണ് പോലും ഈ അടുത്ത കാലത്തിലാണ് യഹോവ എന്നുള്ളത്. യഹോവ അങ്ങ് വായിക്കുക. ഇതെന്നാണ് പോലും തിട്ടമൊന്നും വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുവൻ പൊരുൾ വിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? പീലിപ്പോച്ച പൊരുൾ വിരിച്ചു കൊടുത്തു. ഇതാരെ പറ്റിയാണെന്നറിയാമോ? യേശുവിനെ പറ്റിയാണ്. എന്തോ വിഷയം എന്നറിയാമോ? എന്നതാ വിഷയം? ആ തിരുവനന്തപുരത്തിനെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞെന്നാ വായിച്ചേ. 35 മുതലുള്ള വാക്യം വായിച്ചേ. 35. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഈ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി യേശുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചു, നന്നായിട്ട് അറിയിച്ചു. അങ്ങനെ സുവിശേഷം ഫിലിപ്പോച്ചൻ പറയുന്നു, പുള്ളി കേൾക്കുന്നു, വായിക്കുന്നു, പറയുന്നു, പുള്ളി കേൾക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നേരെ പോയപ്പോ താണ്ട വെള്ളമുള്ളൊരു സ്ഥലം. ഉടനെ ഫിലിപ്പോച്ചനോട് ക്ഷണം പറഞ്ഞു, വെള്ളം അതിനെ ദാഹിക്കുന്നു. അല്ലല്ല, സ്നാനം. ദാഹിക്കുന്നതിന് കുപ്പിവെള്ളമുണ്ട്, വെള്ളം അതിന് സ്നാനപ്പെടണം. അവൻ സുവിശേഷം പറഞ്ഞപ്പോ അതിനകത്ത് സ്നാനം പറഞ്ഞതുകൊണ്ടല്ലേ പുള്ളി പറഞ്ഞാണ്ട് വെള്ളം വെള്ളമൊക്കെ കണ്ടു. ഇനി ചിലപ്പോൾ വെള്ളം കണ്ടെന്നും വരും. നീ വിശ്വസിക്കുന്നു? ഉടനെ ക്ഷണം പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലാകാം വിശ്വസിക്കുന്നവരെ നമുക്ക് കണ്ടത്. അല്ലാതെ അമ്മച്ചി ആകാതെ അമ്മ ഇനി അതിന് മുങ്ങമ്മേ, അമ്മ ഇനി ജീവൻ പോകുന്നതിന് മുന്നേ എന്റെ അമ്മ അങ്ങനെ മുങ്ങിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിള്ളേരെല്ലാം ഗൾഫിലും മറ്റു രാജ്യങ്ങള് മുങ്ങച്ച സ്വസ്ഥത കെടുത്തി പറഞ്ഞ് മുങ്ങാന്ന്. ഇവർ വിശ്വാസം കണ്ടാ മുക്കിയത്. അവിടെ കണ്ട മുക്കേണ്ട പുള്ളി ചോദിച്ചു, ഇന്ത്യ എല്ലാം സൂക്കേട് തീർന്നു. അത് കളിക്കോട്ട് കളിച്ച് വേറെ വഴിക്ക് പോയി. അതിനാണോ മുങ്ങുന്നേ? അല്ല. അടുത്ത ആഴ്ച കല്യാണം, ഈ ആഴ്ച മുങ്ങ കല്യാണത്തിന് കൊണ്ടവനെ അവര് തന്നെ അതുപോലും അവനറിയത്തില്ലെന്ന് തോന്നുന്നു. ഇത് കല്യാണം നടത്താനല്ല മുങ്ങുന്നേ. അങ്ങേയറ്റം പറ്റി അന്ന് മുക്കിയാക്ക അവനല്ല, സൂക്കാട് തീർക്കാനുമല്ല, യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിപ്പാനാ, അവിടുത്തെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാനാ. ഈ ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ നീതിയാ. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അന്നേരം ക്ഷണം പറഞ്ഞു വെള്ളം വിശ്വസിക്കുന്നു. എന്തിനാണ് മുക്കി കഴിഞ്ഞപ്പോ വിളിക്കുന്ന നെഞ്ചുവേദന വന്നെന്നല്ല എഴുതിയേക്കുന്നത്. വായിച്ചത് മുക്കിയപ്പോ എന്നാ സംഭവിച്ചത്? നീ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുക്കി കഴിഞ്ഞപ്പോഴുള്ള വാക്യം വായിച്ചത് അവൻ സന്തോഷിച്ചും തന്റെ വഴിക്ക് പോയി. അങ്ങനെ സന്തോഷിച്ചു തന്റെ അതാ സന്തോഷം. അപ്പൊ നമ്മുടെ സന്തോഷം രക്ഷിക്കപ്പെടുമ്പോ സന്തോഷം. രണ്ട് സ്നാനപ്പെടുമ്പോഴും അല്ലാതെ ഇതുപോലൊരു ചതി. എങ്ങനെയാണോ സ്നാനപ്പെട്ടത്? കാല് തെറ്റി വെള്ളത്തിൽ പോയതാണോ? അല്ല, അവിടുത്തെ കൽപ്പനയാണ്, മനസ്സിലായപ്പോൾ ഇറങ്ങിയതാണ്. പ്രതികൂലമൊക്കെ വരും, പ്രശ്നമൊക്കെ വരും, പോരാട്ടമൊക്കെ വരും, പക്ഷെ അകത്ത് ഭയങ്കര സന്തോഷമാണ്. അത് അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന് മഹത്വം. ക്ഷണം സന്തോഷിച്ചു പോയെന്നാണ്. ഫിലിപ്പോച്ചനെ ആത്മാവ് എടുത്തോണ്ട് പോയി ആസ്വാദി കൊണ്ട് നിർത്തി. ഇതാ ശുശ്രൂഷ. ഇന്നത്തെ ഫിലിപ്പോച്ചൻ അന്ന് തേരെ നിറങ്ങുകയല്ല. ഞാനും വരിക ഒക്കെ നിങ്ങൾ തേര് കിട്ടുകയാണെങ്കിൽ ശുശ്രൂഷയാണ്. അപ്പൊ സന്തോഷിക്കാൻ കാരണം ഒന്ന്, ദൈവത്തിന് രക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷം. രണ്ട്, സ്നാനപ്പെടുമ്പോഴും. മൂന്ന്, അഭിഷേകം പ്രാചനം സന്തോഷം. അത് വലിയ സന്തോഷം. കുറഞ്ഞ ദിവസത്തിന് വേണ്ടി പത്രോസ് ചെയ്യുന്നു. പുള്ളിക്ക് പോകാനൊക്കെ മടിയായിരുന്നു. ഹൃദയമൊക്കെ ദൈവമല്ലേ അറിയുന്നത്. പുള്ളി ഒറ്റ പ്രസംഗത്തിനൊക്കെ 3000 പേരെ അകത്ത് കയറ്റിയെങ്കിലും അകത്ത് ഇച്ചിരി ഏതാ പറ, നിങ്ങൾ പറ, ചുമ്മാ ഇരിക്കല്ലേ, പറ. ഇച്ചിരി വെച്ചിരിത്തൊക്കെ ഉണ്ട്. അത് അവരാണ് അറിയാവുന്ന. തുപ്പട്ടി ഇറങ്ങി കാണിച്ചു. ഒരാൾ വായിച്ചു തീപ്പെട്ടി കാണിക്കുന്നു. തീപ്പെട്ടി തേപ്പൊട്ടിയൊന്നും അല്ല, തുപ്പട്ടി ഇറങ്ങി കാണിച്ചു. സകല ജാതി നാൽക്കാലികളെ ജാതി അറുത്ത് തിന്നാൻ. അത് വായിച്ചോണ്ട് നമ്മുടെ ആൾക്കാർ മുഴുവനുള്ളതിനെല്ലാം അറുത്തങ്ങ് ഒരൊറ്റ പന്നിയെ പോലും വിടാത്ത വിശുദ്ധന്മാരുണ്ട്. അത് തിന്നാനൊന്നും കാണിച്ചു കൊടുത്തതല്ല.
ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എന്ന് പറഞ്ഞാൽ നീ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോകണമെന്ന്. ചില വീടുകളിൽ പ്രാർത്ഥന വെച്ചാൽ ചെല്ലു പോകുകയല്ലോ, എല്ലാം ഒരു സമയമാണ്, പക്ഷെ പോകുകയല്ല. പോയാലും തീരുന്നതിന് മുന്നേ മാപ്പിളയും പെമ്മളയും കൂടെ അങ്ങ് തിരിച്ചു പോകും. ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഭയങ്കര വിശുദ്ധന്മാരാ. ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇയാളെ വിളിച്ചത് മെനക്കേടാണല്ലോ, മെനക്കേടെന്നല്ല കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇട്ടോ ഞാൻ ഇരിക്കാൻ പത്രോസിന് ഈ ചില അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് നമ്പരാൻ പറഞ്ഞു പോകും. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്നോണ്ട് കൂട്ടി പറഞ്ഞു വന്നത് ഉപകാരം, ഞങ്ങളുടെ എല്ലാവരും ഇവിടെ ഉണ്ട് പറ. പത്രോസ് വാ തുറന്നു. അങ്ങനെ അടിച്ചേക്കണം പത്രോസ്. നമ്മൾ എന്ത് ചെയ്താൽ വാ തുറക്കുക, ഇനി ഒളിവ് തുറക്കാതിരിക്കാം. നിർത്താൻ കുട്ടനാട്ടിലൊരു മീനുണ്ട് മുതുകില. മുതുകില വാ വിളിക്കുമ്പോഴത്തേക്ക് 3 കല്ലേറിയാലോ എന്നാ തുറക്കുക. പിന്നെ തുറക്കി ജീവൻ പോകുന്നത് അതിനൊന്നും ഇടവരുത്തരുത്. നിനക്ക് ആയുസ്സും അവസരവും കിട്ടുമ്പോൾ ദൈവത്തെ സൂക്ഷിച്ചോളാം. അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പത്രോസ് വാ തുറന്നു, നന്നായിട്ട് വചനം പറഞ്ഞു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സുവിശേഷം പറഞ്ഞു. അങ്ങനെ വചനം പറഞ്ഞപ്പോൾ 44 വാക്യം വായിച്ചേ. 44 പെട്ടെന്ന് വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ട് കരികല്ലിരിക്കുമ്പോൾ ഇരുന്നല്ല. പിന്നെയോ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സങ്കടപ്പെട്ടെന്നല്ല, അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് എഫെസോസിൽ നടന്ന കൊർന്നേലിയോസിന്റെ വീട്ടിൽ നടന്ന കാര്യം. അഭിഷേകം, ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിച്ചാൽ സന്തോഷമാണ്, രക്ഷിക്കപ്പെടുന്ന സന്തോഷമാണ്, സ്നാനപ്പെടുന്നത് സന്തോഷമാണ്. അഭിഷേകം പ്രാപിച്ചാൽ ഇതാ നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. അതുകൊണ്ട് ആ ദൂതന്മാര് പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമം എഴുതി ആരും സന്തോഷം ആരും ഭാഗ്യം സന്തോഷം. ഇന്ന് രാത്രി നമ്മുടെ സന്തോഷം ഇതാ. ദൈവത്തിന്റെ ഭാഗത്ത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പോൾ സുവിശേഷത്താൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഓടിച്ച ഭാഗം ഒന്ന് വിടുക. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ട? സകല ആൾക്കാരും ഇത് കേൾക്കണം. കേൾക്കാനുള്ള ഗുണമെന്ന 1 ഇരുട്ട് മാറും, 2 ഭയം മാറും, 3 സന്തോഷമുണ്ടാകും, 4 കണ്ണിയെ കേൾക്കൊണ്ട് നമുക്ക് രക്ഷിതാവിനെ കിട്ടും. യേശു എന്ന രക്ഷിതാവ്, ക്രിസ്തു എന്ന രക്ഷിതാവ്, നമുക്കൊരു രക്ഷകനെ കിട്ടി. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നോർത്ത് നീ ഭാരപ്പെടണ്ട, യേശു നിന്നെ രക്ഷിക്കും. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ നിരാശപ്പെടണ്ട, യേശു നിന്റെ കുടുംബത്തെ രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ. ഇതാണ് സുവിശേഷം. ഇങ്ങനെയുള്ള സുവിശേഷത്തെ പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ടാണ് യെശയ്യാവിന് സുവിശേഷ പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സുവിശേഷ പ്രവാചകനാകുന്ന യെശയ്യാവ് പ്രവചിച്ച പ്രവചന പുസ്തകത്തിലെ 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എല്ലാ ഭാഗവും ഒന്നും പറയാൻ ഒക്കത്തില്ലെങ്കിലും ചില കാര്യം നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ എന്ന് പറയാം. 59-ന്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷിപ്പാൻ കഴിയാത്തവനെ യഹോവയുടെ കൈ ഈ 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പലരും. നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം ഉപവാസ പ്രാർത്ഥനയും വ്യവസ്ഥയുമാണ്. വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥനയും വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും. വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും ഉണ്ട്, വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും
അതുകൊണ്ട് ചിലർ ചുമ്മാ ഇരുന്ന് ഉപവസിക്കുന്നില്ല. ബുധനാഴ്ച ഉപവാസം, വെള്ളിയാഴ്ച ഉപവാസം, ഞായറാഴ്ച ഉപവാസം, പിന്നെ 3, 7, 21. മിക്കവരും പലരുമായിട്ട് മിണ്ടുക പോലുമില്ല. വെറുതെ കഞ്ഞിയും വെള്ളം കുടിക്കാതെ ഇരിക്കുക. എന്നും അങ്ങ് ഉപവാസമാണ്. അങ്ങനെ നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ഉപവസിക്കുന്ന ആൾക്കാർ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ട് വേണം ഉപവസിക്കാൻ. 6-ാം വാക്യം അതിൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ഏഷ്യാവ് 58:6. അന്യായപദ്ധതികളെ അടിക്കുക, മുഖത്തിന്റെ അമിക്കറുകളെ അടിക്കുക, വീടിന്റെ സ്വന്തം വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക. ഇതല്ലേ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിവരിക്കുന്നതിനെ വായിച്ചു വിടുക. അടുത്തത്, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത് കൊടുക്കണം. ഉപവസിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യണം. അലഞ്ഞു നടക്കുന്ന വിശപ്പുള്ളവന് അപ്പം ഇത് മതിലും കെട്ടി ഗേറ്റ് വല്ലായിട്ട് പൂട്ടി ഗേറ്റിൽ എഴുതി വയ്ക്കുക. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ആരമടിയല്ല, പട്ടിയുണ്ട്, മിണ്ടുന്നില്ല. ഇപ്പൊ പിന്നെ ഞെക്കുന്ന ഗേറ്റ. കട്ടർ മാറ്റി നോക്ക്, നമുക്ക് വേണ്ടപ്പെട്ടതാണോ എന്ന്. മിണ്ടുന്നില്ലല്ലോ ആരും. എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഉപവസിക്കുമ്പോഴേ വിശക്കുന്നവൻ അപ്പം നുറുക്കി കൊടുക്കണം. ഏത് സമയത്തും ആര് നമ്മുടെ വീട്ടിൽ വന്നാലും ഉള്ളതിന്റെ ഒരു വിഹിതം കൊടുക്കണം. ഉച്ചയ്ക്കാ വരുന്നെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊടുക്കണം. രാവിലെ ആണെങ്കിൽ ഉള്ളതിന്റെ വിഹിതം ഉള്ളത് മതി. ചിലപ്പോൾ കപ്പ പിടിക്കുന്നത് മുള കൊടുത്തതായിരിക്കും മതി. അതാ പറയുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ഒരു ഐശ്വര്യവും ഒരു തൃപ്തിയും ഉണ്ട്. കപ്പ പിടിക്കാൻ മുള കൊടുത്തത് എന്നാലും പറയുമ്പോൾ തന്നെ അതിന് ഒരു ചേരി വേണ്ടിയ. നമുക്ക് 2 കഷ്ണം കപ്പ കഴിക്കാം, ഞങ്ങൾ ഇതാ കഴിക്കുന്ന നല്ല കപ്പയാ, മലമാറാം, നല്ല രുചിയാ, അവിടെ നെയ്യ് പോലെ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ വേണ്ടാത്തവനും കൂടെ ഒരു കഷണം എടുക്കും. ഇതങ്ങനല്ലല്ലോ. കപ്പ വേണോ? വേണ്ടല്ലോ. കൂട്ടാനൊന്നുമില്ല, മുള ഉടച്ചതാ, എണ്ണയില്ല. മനസ്സിലാകാഴിയൊന്നുമല്ല. നിങ്ങൾ അതിന്റെ അപ്പുറത്തെ വേന്ദ്രന്മാരിനകത്ത് ഉച്ചക്കരാളം കഴിച്ചായിരിക്കും വന്നല്ലേ. അവൻ വിശന്ന് പ്രാണം വിളിക്കുക. കഴിച്ചായിരിക്കും. അവിടേക്ക് ഞങ്ങൾ കഴിച്ചു വരാം. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി. എന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നേ. ആദ്യമായിട്ടൊരുത്തം വന്നു. മാപ്പിള നമ്മളോട് 2 മുട്ടയുള്ളെന്ന്. മാപ്പിളക്കും ഓരോ മുട്ടക്കറിയും. ബ്രദറെ വരുന്നേ, മുട്ട എടുത്ത് വാങ്ങിക്കോ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു. നിങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നത്. വിശപ്പുള്ളവന് കൊടുക്കണമെന്ന്. നീ കഴിച്ചില്ലെങ്കിലും അവന് കൊടുക്കണം. ഉപവസിക്കുന്നവരോടായി പറയാതെ. നീ ഉപവസിക്കുന്നതിന് അവനെ വിഷം തിരുത്തേണ്ട കാര്യമുണ്ടോ? ചില ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന അടുപ്പിപ്പോലും വരുന്നവന് പോലും ഇച്ചിരി വെള്ളം. ഇവൻ പത്രാക്കൊള്ളി ഒപ്പിച്ചാനായിരിക്കുന്ന 3. അതിന് ചുമ്മാ ഇരിക്കുന്നവനെയും കൂടെ വെള്ളം കുടിപ്പിക്കാതെ അവൻ പ്രാർത്ഥിക്കാതെ നിന്നെയെല്ലാം പ്രാർത്ഥന ഇടക്കിടക്ക് നോക്കും. നമ്മൾ ഓർക്കുന്ന വിടുതലിനാണ്. നിന്നും എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാകണം. എലവൻ കേവിയെ കുറിച്ച് ഓടിയിരിക്കരുത്. ഉപവാസ പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. മോക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ഇല്ലേ? ഇനിയും തെളിച്ചു പറയണോ? വേണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, വിഷമുള്ളവരുടെ അപ്പം നുറുക്കി കൊടുക്കണം. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാര് കർത്താവ് താൻ കൂടെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. മുന്നോട്ട് പോകുന്ന പാപമൊക്കെ വന്ന് കാണിച്ചു. അപ്പോൾ ക്ലയോപാവ് എന്ന് പറയുന്നിടത്തിനുമുണ്ട്. അയ്യോ, നേരം വൈകി അസ്തമിക്കുക, ഇന്ന് ഞങ്ങളുടെ കൂടെ. അങ്ങനെ അങ്ങോട്ട് ചെന്ന് അവരുമായിട്ട് ഇരുന്നപ്പോൾ അവൻ സ്വന്തം യഹൂദന്റെ ഉണ്ണുണ്ണി സാറ് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും പ്രസംഗം കേട്ടിട്ടുണ്ട്. സാറപ്പച്ചന്റെ അതിഥിയുടെ കയ്യിൽ അപ്പം കൊടുക്കും. അവരെടുത്ത് വാഴ്ത്തി നുറുക്കണമെന്ന അതിന്റെ തിരുമേശയല്ല, അല്ലാതെ അപ്പം. അതിഥിയാകുന്നവനെ പിടിച്ച് നടുക്കിരുത്തി അപ്പം കൊടുത്തേച്ച് പറഞ്ഞ് നുറുക്കാൻ. അപ്പം എടുത്ത് നുറുക്കിയിൽ അവർ അവനെ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം എടുത്തിങ്ങനെ നുറുക്കിയപ്പോൾ ഇടത്ത് വച്ചിരുന്നതിനും വലത്ത് വച്ചിരുന്നതിനും കൈയുടെ അവൻ സ്വന്തം ആണിപ്പാട് കണ്ടു. സ്തോത്രം. അപ്പം ഇങ്ങനെ എടുത്ത് നുറുക്കിയപ്പോൾ ക്ലയോപാവ് കണ്ട ആണിപ്പാട്. അപ്പം പറയുന്നത് അവൻ പുള്ളിയും കണ്ട ആണിപ്പാട്. അപ്പോൾ അവനെ അറിഞ്ഞു. ദൈവത്തിനും മഹത്വം. ഞാൻ പറഞ്ഞത് അപ്പം നുറുക്കി കൊടുക്കണം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും പിന്നെ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും. അവിടെ ആശ്വാസഭവനം ഉണ്ടല്ലോ. അതായിരിക്കും നിങ്ങളുടെ ചിന്ത. ഉണ്ടല്ലോ. ഈയിടെ ഞങ്ങൾ ഒരാളെ കൊണ്ട് കൊടുത്തെന്ന്. അതായിപ്പം ഹൃദയത്തിൽ അവിടെ കൊണ്ട് കൊടുക്കുന്ന കാര്യം തന്നെയല്ല. മിണ്ടുന്നില്ല. എങ്ങനെ മിണ്ടാനാ? അലഞ്ഞു നടക്കുന്ന സാധുക്കളെ അടുത്തതായിരുന്നു. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കും. സഹോദരങ്ങളോടും സമകാരോടും ഒക്കെ ഇച്ചിരി അനുകമ്പയും സ്നേഹവും കരുതലും ഒക്കെ വേണം. കൊച്ചുദേശം പാടിയതുപോലെ കണ്ടും കാണാതെയൊന്നും നീ ആരാധിക്കുമ്പോൾ നിന്റെ അടുത്തിരുന്ന് നിനക്ക് വലിയ വീടും ചുറ്റുപാട് എതിരൊന്നുമല്ല. 5 ഏക്കർ സ്ഥലമല്ല, അതിനടുത്ത വീടും ചുറ്റുപാട് നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മ തരട്ടെ. അപ്പൊ നിന്റെ അടുത്തിരിക്കുന്ന ആരാധിക്കുന്ന സാധുവായ സഹോദരന് 1 സെന്റ് ഭൂമിയില്ല, ഒരു മുറി പോലും തേച്ചെടുക്കാൻ നിർവാഹമില്ലാതിരിക്കുക. അവന് മറക്കരുത് കേട്ടോ.
ഇപ്പോഴിങ്ങനെ കണ്ണടച്ച് ആത്മാവിൽ തന്നെ ഇരിക്കരുത്, അവനെ ഒന്ന് നോക്കണം. എപ്പോഴും അങ്ങ് ധ്യാനിച്ചോണ്ട് സമാധി ഇരിക്കുമ്പോൾ ഇരിക്കും. ഇപ്പൊ സമാധി പറയാറില്ല. അവർക്ക് മറക്കരുത് കേട്ടോ. സ്തോത്രം. സഹോദരിമാരോട് പറയാം, കൂട്ടുവിശ്വാസികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴേ സഹോദരിമാർക്കാകുമ്പോൾ അടുക്കളയിലൊക്കെ ഒന്ന് കയറാമല്ലോ, ചെന്ന് ചോദിക്കണം, അല്ലെ ഒന്ന് നോക്കിയാക്കണം. അല്ലാതെ പ്രാർത്ഥനാ മുറി തന്നെ ഇങ്ങനെ വരച്ചേച്ച് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ ഇല്ലോ? മനസ്സിലാകുന്നില്ലല്ലോ? ഒന്നല്ല നല്ല കാര്യം. ഒന്ന് ശ്രദ്ധിക്കണേ. കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് നല്ല വസ്ത്രമുണ്ടോ, കൂടെ ആരാധിക്കുന്ന സഹോദരന് നല്ല വസ്ത്രമുണ്ടോ, ഇല്ലെങ്കിൽ ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്യണേ. ചെല്ലു പറയത്തില്ല, അതൊക്കെ കണ്ടു അറിഞ്ഞു ഒക്കെ ചെയ്യണം. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? മറക്കരുതെന്ന് വായിച്ചോ. ഇപ്പൊ തന്നെ മുഖഭാവം ഇല്ല. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ അവൻ സ്വന്തം വെളിച്ചം പ്രകാശിക്കും. അല്ലാതെ കൈയടിച്ച് പാടുക, വെളിച്ചങ്ങൾ വീശുന്നു എന്തൊക്കെ മാറുകയല്ല, കിറി കോടാന്നല്ലാതെ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണമെന്ന്. അടുത്ത വാക്യമായി, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരുത്തും. നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. പിന്നെ യഹോവയുടെ മഹത്വം നിന്റെ പിൻപട വായിപ്പിക്കുന്നില്ല. നിങ്ങൾ പിന്നെ വായിച്ചോ. 58-ാം അധ്യായത്തിൽ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. എന്നിട്ട് 59-ന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ. ഞാനിങ്ങനെ പറയുന്നത്, 58-ാം അധ്യായത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലെ, ആഴ്ചകളിലും, മാസങ്ങളിലും, വർഷങ്ങളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നീ നിരാശപ്പെടരുത്. ദൈവത്തിന്റെ കൈ കൂടിയിട്ടില്ല. ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാത്തവരുണ്ട്. 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലും, ആഴ്ചകളിലും, മാസങ്ങളിലും, വർഷങ്ങളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ ഉറുകിയില്ല. ഇന്ന് രാത്രി ഈ ഭവനത്തോട്, കൂടപ്പെട്ടവരോട്, ദേശത്തോട്, അയൽവാസികളോടല്ല അറിയിപ്പാനുള്ള, ഓൺലൈനിലുള്ളവരോടൊക്കെ അറിയിപ്പാനുള്ള സന്ദേശം, നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്താൽ നിനക്ക് വേണ്ടി ദൈവം വൻക്രിയകൾ ചെയ്യും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഈ ദൈവത്തിന്റെ കൈക്ക് ഒത്തിരി വിശേഷതയുണ്ട്. ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് അലങ്കാര ഭാഷയിൽ അങ്ങപ്പുറത്തിന്റെ വർണ്ണന നടത്തിയിരിക്കുക യേശുവിന്റെ. അത് അലങ്കാര ഭാഷയിൽ ഉപമകളും ഉപമാനങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത എന്തുണ്ട് എന്ന് ചോദിച്ചു പറഞ്ഞു. വിശേഷത ഉണ്ടെങ്കിൽ അവനേ ഉള്ളൂ. എന്നിട്ട് വിശേഷത 10-ാം വാക്യം മുതൽ പറയാം. വായിച്ച് 10-ാം വാക്യം മുതൽ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ. എന്റെ പ്രിയനെ വെണ്മയും ചുവപ്പുള്ളവൻ. പിന്നെ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പിന്നെ എന്റെ ശിരസ് വിശേഷമായ തങ്കം. അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. നല്ലോനിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷത ഉള്ളോ. നല്ലോനിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ. നല്ലോനിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ. 1000 പത്താഴെ നോക്ക് അതിൽ എന്റെ മുഖ്യനായുണ്ട്.
അവിടുത്തെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. അങ്ങനെ വർണ്ണിച്ചു വരുന്ന കൂട്ടത്തിൽ 14-ാമത്തെ വാക്യം വായിക്കാം. 14-ാം വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. 2 ലോഹങ്ങളെ അവിടെ പരാമർശിക്കുന്നു. കൈകളെ പറയുമ്പോൾ ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഈ 2 ലോകങ്ങൾ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 2 വിഷയത്തെ കുറിക്കുന്നു. സ്വർണം അവിടുത്തെ രാജത്വം അല്ലെങ്കിൽ അനുഗ്രഹം, നന്മ ഇതിനെ കാണിക്കുന്നു. ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. കാരണം 12 കല്ലുകളിൽ വെച്ച മാർപ്പതക്കമുണ്ട് മഹാപുരോഹിതന്. അതിൽ ഗോമേതക കല്ലുണ്ട്. ഗോമേതകം ദാൻ ഗോത്രത്തിന് നടല. ദാൻ ഗോത്രം ന്യായവതിക്ക് നടല. വാക്യങ്ങളെല്ലാം എടുക്കാൻ നേരമില്ല. അപ്പോൾ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. സ്വർണം രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുത്തെ കൈയുടെ വിശേഷത അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും ദൈവ പ്രവർത്തനങ്ങളോടും മറുത്തു മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, നമുക്കാർക്കും ന്യായവതിയുടെ കരമാകരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ കുടുംബത്തിനോ ശബ്ദപരിധിക്ക് ശ്രദ്ധിക്കുന്നവർക്കോ ദേശവാസികൾക്കോ ഈ ശുശ്രൂഷകൾ ദൂരത്തിന്റെ ആഴത്തിൽ വരുന്ന സംബന്ധിക്കുന്ന ആർക്കും ഈ കരം ന്യായവതിയുടെ കരമാകരുത്. നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെ കരമാകണം. ഞാൻ ഓർപ്പിച്ചല്ലോ, അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ശുശ്രൂഷയോടും മറക്കുന്നവർക്ക് ന്യായവതിയ. ഉദാഹരണം ഒത്തിരി ഉണ്ട്. 2 കാര്യം ഇപ്പോൾ ഒന്ന് തെളിയിച്ചങ്ങ് പോകാം. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ദൈവം പദ്ധതിയിട്ടു. പറവും വിടുകയില്ല. പറവൊന്നൊത്തിരി വഴി കഴിഞ്ഞു പറഞ്ഞു, ദൂരെയൊന്നും പോകില്ല. ഒത്തിരി ദൂരോട്ടൊന്നും. അന്നേരം മോശ ഉപദേശം പറഞ്ഞു, അങ്ങനല്ല, 3 ദിവസത്തിൽ. ഉടനെ പുള്ളി പറഞ്ഞു, കന്നാലി അല്ല ഇവിടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാവരും ഇവിടെ. അന്നേരം പറഞ്ഞു, കന്നാലിയെ അത്യാവശ്യം ഈ ആരമൊക്കെ നടത്തേണ്ടതാണ്. കന്നാലി ഉടനെ പറഞ്ഞു, അന്നാലും കാര്യം പെണ്ണുങ്ങളല്ല ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആണുങ്ങളല്ല. അന്നേരം എഴുതിയിട്ടില്ലെങ്കിലും അയ്യോ ഞങ്ങളുടെ ലോകത്തിന് പെണ്ണുങ്ങൾ അത്യാവശ്യമാണ്, ഒരു ഗോത്രം പറയാനും കൈയടിക്കാനും ഇതുങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയുള്ളൂ. ഒടുവിൽ പ്രാർത്ഥിച്ച് നിർത്താനും ഒക്കെ ചിലതിനെ കൊള്ളുകയുള്ളൂ. അതുവരെ മിണ്ടില്ല. പാവത്തങ്ങൾ അവർ സ്വത്രം പറഞ്ഞ് വാക്യം വായിച്ചു തരിക, കൈയടിക്കുക. അതുകൊണ്ട് അത്യാവശ്യം ഇവരില്ലാത്ത യോഗം എന്നല്ല, ഇവരില്ലാത്ത ഒരു കാര്യവും നടക്കുകയല്ല. അങ്ങനെ എന്നിട്ടും സ്വത്രം പറയുന്നത് നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ് പറയുന്നത്. യോഗ പെണ്ണുങ്ങളെ ഇട്ടേച്ച് പോകുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഇങ്ങനെ ഒത്തിരി ഉപാധികൾ പുള്ളി പറഞ്ഞു. ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുക. ബാധ. ഓരോ ബാധയ്ക്കും പുള്ളി ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. പിന്നെ പറവോന്റെ ഹൃദയം. അപ്പൊ മിസ്രയീം ദേശത്ത് മുഴുവൻ ഈ ബാധ കൊടുത്ത പേൻ മോശം അടിയെടുത്ത് നിലത്തടിച്ചു. പൊടി മുഴുവൻ പേനായി. പേനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ മന്ത്രവാദികളും ഞങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി. ഒത്തില്ല. 8:18 വായിച്ചു. അപ്പൊ മന്ത്രവാദികൾ പറയുന്ന ഒരു പദമുണ്ട്. 8:18 പെട്ടെന്ന് വായിക്കുന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുള്ളതാക്കാൻ നോക്കി, അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ലതാണ്. അടുത്തത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ പറവോനോട്, ഇത് ദൈവത്തിന്റെ വിരലാണ്. ഇത് എണ്ണക്കേട് കൊണ്ട് വന്നതല്ല, ക്ലൈമറ്റ് മാറിയതൊന്നുമല്ല. എടാ പറവോനെ, സത്യദൈവത്തെ ആരാധിക്കാൻ നീ ജനത്തെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഇത് ദൈവത്തിന്റെ കൈയാണ്, യഹോവയുടെ വിരലാണ്. സ്തോത്രം. ആ വിരല കൊണ്ട് എഴുതിയപ്പോ തന്നെ അവൻ പാടിയെന്ന ദാനിയേൽ വായിക്കുന്നത്. പണ്ടനാളും മെനയത്തൊക്കെ ഊപ്പർസി. അപ്പം വായിച്ച പുള്ളിയെ പറ്റി വേറെ പുള്ളി മെനയാന്ന് പറഞ്ഞു. സഭയെ വന്നാലും പുള്ളി, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പുള്ളി മെനയാ. അതാ മെനയൻ. ഇത് ദൈവത്തിന്റെ കൈ ന്യായവതി നടത്തുക, വിരല. അപ്പൊ സത്യദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടുകൊടുക്കാതെ നീ തടുത്തു വെച്ചത് കൊണ്ട്, തടഞ്ഞു വെച്ചത് കൊണ്ട് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവിധിയ. ഏലിയുടെ കാലത്ത് പെട്ടകം പിടിച്ചോണ്ട് പോയി. പിള്ളേരുടെ ക്രമക്കേട് കൊണ്ട് പെട്ടകം പരിസ്ഥിതി ദേശത്തെല്ലാം കൊണ്ട് കൊണ്ടുവന്നിടത്തെല്ലാം മൂലരോഗം. അയ്യോ, മൂലരോഗം കൊണ്ട് നിങ്ങളെല്ലാം കിടന്ന് വലയുക. അവസാനം ഒരു നിഗമനത്തിലെത്തി. മന്ത്രവാദികളെല്ലാം കൂടെ വന്ന് പറഞ്ഞൊരു കാര്യം, 5 എലി, 5 മൂലക്കുരു, 5 ചെല്ലം എല്ലാം കൂടെ ക്രമപ്പെടുത്തി, എലിയ ഉണ്ടാക്കി, മൂലക്കുരു എല്ലാം ക്രമപ്പെടുത്തി, 5 ചെല്ലം ഇതെല്ലാം കൂടെ വെച്ചു. അവര് പറയുന്ന പദമുണ്ട്, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കയ്യാണ്. വ്യവസ്ഥ തെറ്റി, പ്രമാണം തെറ്റി, പെട്ടകവുമായിട്ട് പോയത് കൊണ്ട് ദൈവത്തിന്റെ കയ്യാണ്. അപ്പോൾ എതിർക്കുന്നവർക്കും മറുത്തു മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. എന്നാൽ അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. അതുകൊണ്ടല്ലയോ 8:21 മുതൽ പഠിക്കുമ്പോൾ അവൻ സ്വത്രം അകവാത്തിന്റെ അരികത്ത് വെച്ച് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എന്നിട്ട് പറയാ, അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുത്തെ കൈ അനുകൂലമാണ്.
22 വാക്യം വായിച്ച 22. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും, അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും. ഇന്ന് രാത്രി നീ ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ ഈ കൈ നിനക്ക് അനുകൂലമാണ്. ഉപേക്ഷിച്ചാൽ, ത്യജിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, അവൻ തിരസ്കരിച്ചാൽ ഇത് ന്യായവതിയുടെ കരമാകും. ഇന്ന് രാത്രി ഈ കരമാർക്ക് ന്യായവതിയാകരുത്. ഈ കരം ഇന്ന് രാത്രി വന്നവർക്കല്ല, അനുഗ്രഹത്തിന്റെ കരമാകണം. ദൈവത്തിന്റെ കൈ വന്നാൽ അനുഗ്രഹവും വിടുതലുമാണ്. 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. 9 പറഞ്ഞെങ്കിൽ അതിന് മുന്നേ നിർത്താം. പ്രസംഗാർക്ക് ഒരു വെപ്രാളമുണ്ട്. പുള്ളി പയ്യെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് എവിടെ കൊണ്ട് നിർത്തും ഒന്നും ചിന്തിക്കണ്ട. പെട്ടെന്ന് നിർത്താം. തന്നെയല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അധികം പോകാനും തോന്നുന്നില്ല. ആ ഇംഗ്ലീഷ് എടുക്കേണ്ട സമയമായെന്നറിയാം. ആ പരുവക്കേടായി മുഖത്തൊക്കെ തെളിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ആ ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ താഴോട്ട്, ആ പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തില് 2 മുതൽ താഴോട്ടുള്ളതിന് എടുത്ത് വായിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8, 9, യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 1, 2, 3, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2, 3, 4, മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴോട്ട്, ഇനി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50 മുതൽ താഴോട്ട്, ആദ്യം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ വായിക്കാം. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് 2 ഭാര്യമാരെയും 2 ഭാര്യ റാഹേലും ലേയായും പിന്നെ 2 ദാസി ബിൽഗാശി 4 പെണ്ണുങ്ങള് 11 പുത്രന്മാരെയും കൂട്ടി. ഒന്നിനെ തന്നെ വലിയ ബുദ്ധിമുട്ടായതൊക്കെ. എന്നോടൊരാൾ എന്നോട് പറഞ്ഞു കേൾക്കണ്ട. ഞാൻ പറഞ്ഞു കേൾക്കണ്ട, എനിക്കും പ്രശ്നമാണ്. ഞാൻ തീച്ചൂളക്കകത്തോടാണ്. എന്നാലും ഒരുത്തം കൂളായിട്ട് 4 എണ്ണത്തിന് ഞാൻ കൊണ്ട് നടക്കുന്നത്. എന്തോ കഴിവാ ഇവിടെ കഴിവല്ലേ? സത്യം പറ. ഒരെണ്ണത്തിന് ഞാനും നിങ്ങളും ഇവരും സത്യം പറ. നമ്മുടെ കഴിവിന്റെ കുറ്റമല്ല, പണക്കാരല്ല പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ചിലപ്പോൾ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ വലിയ താല്പര്യവും കാരണം അവരുടെ വീട്ടുകാർ വരുന്ന വലിയ ഇഷ്ടം. നമ്മുടെ അമ്മയിലെ എല്ലാവരും അല്ലെങ്കിലും മിക്കതുമായതൊക്കെ തന്നെ കാണുമ്പോൾ ഞാൻ പിന്നെ സ്തോത്രാന്നൊക്കെ പറഞ്ഞു. അതൊന്നും കണ്ട് ഞാൻ അളകത്തുമില്ല. അപ്പൊ ഒരെണ്ണത്തിന് തന്നെ എന്ത് ദൈവകൃപയെ ശരണപ്പെട്ടില്ലേ? ഇന്ന് അവരാണ് പറഞ്ഞ എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ കുടിക്കാരെ കിടന്നതിന് വന്നു. കുടിക്കാല സ്ഥലമല്ല. അപ്പൊ ഒരുത്ത 4 എണ്ണത്തിന് ലേയായും റാഹേലും ബിൽഗാൻ രാത്രികൾ പുള്ളി എഴുന്നേറ്റ്. ഒന്നുകൂടെ വായിച്ച ശേഷം രാത്രിയിൽ അവൻ എഴുന്നേറ്റ്. പുള്ളി അങ്ങനെ രാത്രി എഴുന്നേക്കുന്ന പ്രകൃതക്കാരനല്ല. സന്ധ്യയാകുമ്പോഴേ എവിടെയെങ്കിലും ആണ്ട് കിടക്കുന്നവനാ. അതിലെ ഓടി ഒരു സ്ഥലത്ത് ചെന്നപ്പോ സൂര്യൻ വൈകി ക്ഷീണമൊക്കെ കാണും. പുള്ളി ചിലക്ക് എന്നും അങ്ങ് ക്ഷീണമാണ്. എന്നും പണ്ട് മൈക്കുമത്തായിട്ട് ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ പറഞ്ഞായിരുന്നു, 3-4 പേരുടെ മുന്നിൽ ചെന്ന് പെടരുത്. 1, 4 മണി വിട്ടു വരുന്ന പിള്ളേരുടെ മുന്നിൽ ചെന്ന് പെടരുത്. ഇപ്പോഴത്തെ 4 മണിയല്ല, പഴയ 4 മണി. ഇപ്പൊ സ്കൂൾ ബസ്സൊക്കെ ആയത് കുഴപ്പമില്ല. പണ്ട് 4-5, 8 കിലോമീറ്റർ നടന്ന വീട്ടിലോട് ഒരിക്കലും സ്കൂളിൽ പോയി. അപ്പം സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരുടെ മുന്നിൽ എങ്ങും ഒന്നാമത് ടീച്ചർ അടിക്കുകയും ചെയ്യും. നല്ല കൂടെ പഠിക്കാം താങ്ങുന്നത്, ഇമ്പോസിഷനും അടിയും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട വിധത്തിൽ കിട്ടുകയല്ല. പോയിട്ട് വന്നാൽ അപ്പം പിള്ളേര് വിശന്ന് ഭ്രാന്ത് പിടിച്ചാൽ വരുന്നത്. അതുങ്ങളുടെ മുന്നിൽ എങ്ങും ചെന്ന് 2 ഉടുതേച്ച് കൊണ്ടുവരുന്ന കാളയുടെ മുന്നിൽ രാവിലെ മുതൽ കണ്ടം കടന്ന് ഉടുതേച്ച് കാള വരുമാതിരി മൂരി ഇളകി വരിക. അതിനിടെ നീ എങ്ങനെ ചെന്ന് 3 സഭായം കഴിഞ്ഞിട്ട് വരുന്ന ഉപദേശിയുടെ മുന്നിൽ ചെയ്യരുത്. കാരണം തവയിലേതെല്ലാം ടൈപ്പ് സാധനമാണ് ഞായറാഴ്ച വന്നത് ഇല്ലേ? വെട്ടിപ്പുകാരും തട്ടിപ്പുകാരും മുച്ചിട്ട് കളിക്കാരും ഏതെല്ലാം ടൈപ്പാണ്. ഗുണ്ടായുസം ഉള്ളവന്, പലിശയ്ക്ക് പണം കൊടുക്കുന്നവന്, ബ്ലേഡുകാരൻ, ബ്ലേഡ് തോമ, തന്തയ്ക്ക് തള്ളയ്ക്ക് വെള്ളം കൊടുക്കാൻ അയലത്തുകാരോട് മിണ്ടാതെ, കുത്തിക്കാരൻ, ഗുണ്ട ഇതൊക്കെ സൺഡേയാ വന്ന് സാക്ഷിക്കകത്തൂടെ മാറ്റം വായിക്കുമ്പോഴും പ്രശ്നത്തിലൊക്കെ നല്ല താങ്ങും കുത്തുമൊക്കെ കുത്തിയേച്ച് അതിനിടയ്ക്ക് കമ്മിറ്റി ബഹളം, അസ്വസ്ഥത, ഒരുമാതിരി അസ്വസ്ഥതപ്പെട്ട് ഇരിക്കും. അതുകൊണ്ട് മൈക്കുമത്താക്കം പറയും, സഭായം കഴിഞ്ഞിട്ട് വരുന്ന ഉപദേശിയുടെ മുന്നിൽ നിന്ന് ചെന്ന് വലിയ കൊല്ലാമ ഊറി ഏതോ വിഷയം കാണുന്ന ഇവിടെ നിന്നല്ല, നേരത്തെ തന്നെ ഓർത്താരും ദൈവത്തിന് അടുത്തം. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല, ശുശ്രൂഷ ചെയ്തവരോട് ചോദിച്ചു. ചില വിശ്വാസികൾ ആക്ഷേപിക്കും, പാസ്റ്റർ വലിയ ചാട്ടനാണ്, ഞങ്ങൾ തരുന്നതല്ലേ തിന്നുന്നേ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ചില പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്, നീയൊക്കെ എന്തിനാ കിടന്ന് ചാടാനാടാ? ഞാൻ ഇരിക്കും വരാ ഒരു തള്ള, അമേരിക്കക്കാരി തള്ളയാ, ഇപ്പോഴും കൊണ്ടാ തള്ള. ഈയിടെ ഞാൻ കണ്ടു
പാസ്റ്ററുടെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം കണ്ണിൽ കൂടെ ഞാൻ കണ്ട അനുഭവ സാക്ഷി. ഇതല്ല പറയാ, എന്നാ കിടന്ന് ചാടുന്നത്? ഞങ്ങളുടെ പിള്ളേർ അമേരിക്കയിൽ നിന്ന് തരുന്നുണ്ടല്ലോ, താനും തന്റെ മക്കളും. ഇപ്പൊ തള്ള ഇങ്ങനെ ആയിരിക്കുന്നു. പാസാണ്ടിയുടെ അമ്മാമ്മയെ വെച്ചോണ്ട് വീശി പോകുന്നു. പാസയുടെ പിള്ളേരെ എന്തെങ്കിലും അമേരിക്കയിൽ കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്നെ പൊട്ടം കളിപ്പിക്കാം. അങ്ങനെ ആക്ഷേപിക്കുന്നവരുമുണ്ട്. മറുവശമുണ്ട്. ചില പാസ്റ്റർമാരും വലിയ വില്ലന്മാരാ. എനിക്ക് ഇപ്പോൾ വരാൻ സമയമൊന്നുമില്ല, എന്നെ കാണണമെങ്കിൽ 9 കഴിഞ്ഞാൽ എന്നെ ഫോൺ ചെയ്യരുത്. നീ പാട്ടറാണോ? 9 കഴിഞ്ഞാൽ ഞാൻ കൃത്യം 1 മണിക്ക് ഫുഡ്, ലഞ്ച്. നീ വാസല്ല, നീ വാഷറാ. വാഷറുണ്ട് നമ്മൾ ഇത് വാഷറല്ലേ? സുവിശേഷ വേലക്കാർക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. സമയത്ത് കഴിക്കാനൊന്നും കിട്ടിയെന്ന് വരികയില്ല, സമയത്ത് ഉറക്കമൊന്നും നടന്നത് വരികയില്ല, ഉദ്ദേശിക്കുന്നിടത്ത് ചിലപ്പം മെത്തയോ കട്ടിലോ ഷീറ്റൊന്നും കിട്ടിയെന്ന് വരും. ഇതൊക്കെ അറിഞ്ഞേച്ച ഈ വേലയ്ക്ക് ഇറങ്ങാവും. ചിലപ്പോൾ അർദ്ധരാത്രിക്കാർക്ക് ഒരു വിശ്വാസം വിളിക്കുന്ന പ്രാർത്ഥിക്കാൻ പോകണം. ഇല്ല, നിന്നെ ഈ വേലയ്ക്ക് കൊള്ളുകയല്ല, നിന്നെ വേറെ വേലയ്ക്ക് കൊള്ളാം. 9 കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്. ഞങ്ങളുടെ അച്ചായന് ഭക്ഷണം കൊടുത്ത് പറഞ്ഞു, അന്നമേ നിന്നെ കഴിയത്തിക്കോ, ഞാൻ മീൻ്റെ നടുനൂർക്കേ കഴിക്കുവോളന്നു. ബിരുദകാരി വന്നപ്പോൾ അവർ കൂടെ കൊടുത്തപ്പോൾ പുള്ളിക്ക് വാലിന്റെ ഭാഗമാ കിട്ടിയത്. അത് ഞാൻ കിട്ടപ്പെട്ടില്ല. അയാൾ നമ്മളോട്, അന്നമേ നിന്നെ കഴിയത്തിക്കോ, ഞാൻ നടുനൂർക്ക് സ്വന്തം പെണ്ണക്കാ കൊടുത്ത. പെങ്ങളും മക്കളുടെ വിരുന്ന് വന്നപ്പോൾ സ്വന്തം പെണ്ണ കൊടുത്ത പുള്ളിക്ക് എന്നെ നിങ്ങളെല്ലാം വള്ളം മുങ്ങിയത് പോലെ ഇരിക്കുന്നേ. അയ്യോ, കർത്താവിന്റെ വേലക്കാർക്ക് പറ്റുകയല്ല. നിർബന്ധ ബുദ്ധി, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും പഠിക്കണം. പൗലോസ് പറഞ്ഞു, എല്ലാം ഞാൻ ശീലിച്ചെന്നാ വേണം. ഇത് രാത്രിയിൽ എഴുന്നേറ്റാ. നമ്മുടെ അങ്ങനെ രാത്രിയിൽ എഴുന്നേക്കുന്ന സന്ധ്യ ആയപ്പോഴേ തലയണയായിട്ട് ഒരു കല്ലും കിട്ടി, കിടന്നുറങ്ങി. മാത്രം തൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ദൂതന്മാരിറങ്ങി വരും. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. ഞാൻ പറയട്ടെ, നീ കരുതിടുമ്പോൾ തുണയായാലും ഇല്ലെങ്കിലും, നീ കരുതിടുമ്പോൾ തുണയായാലും ഇല്ലെങ്കിലും, തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഓവേദിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഓവേദിയിൽ ദൂതന്മാരിറങ്ങി വരും. അതേ സമയം പോകുന്നല്ലോ. രാത്രിയിൽ എഴുന്നേറ്റ് സദ്യക്കാൻ കിടക്കുന്ന പുള്ളിയെ ഇപ്പം രാത്രി ഉറക്കം പോലും എഴുന്നേക്കേണ്ട വിഷയങ്ങളാണ്. അളിയന്മാരുടക്കം അമ്മായിയപ്പൻ്റെ മുഖത്ത് അത്ര തൃപ്തിയൊന്നും. പുള്ളി ബ്യൂട്ടി പാർലറിലേക്ക് പോകുമെങ്കിലും മുഖത്ത് തെളിച്ചില്ല. അത് മിക്കതും അങ്ങനൊക്കെ തന്നെ. എന്തെല്ലാം കാണിച്ച പരുവത്തിന് വന്ന് എന്നാലും മുഖത്തോട് നോക്കി ഐശ്വര്യം വന്നു. അപ്പൊ അമ്മായിയപ്പൻ്റെ മുഖഭാവം അത്ര നല്ലതല്ല, അളിയന്മാരുടെ ഡയലോഗ് അത്ര നല്ലതല്ല. എല്ലാം കൂടെ കണക്കിലെടുത്ത പുള്ളിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് അന്നുകൊണ്ട് ദത്ത് നിർത്തി. ദത്ത് നിൽക്കാതിരിക്കുന്നതാ. നിങ്ങൾ എനിക്ക് മാസ്റ്റർ മനഃപൂർവ്വം കുടുംബകലം ഉണ്ടാക്കാൻ അല്ല, തന്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്റെ സമ്പത്ത് കൂട്ടിക്കൊണ്ട് യാത്ര തിരിച്ചു.
20 കൊല്ലം മുമ്പ് കൊല്ലാൻ നിന്ന ഏശാവുണ്ട്. ഇപ്പം അമ്മായിയപ്പന്റെ വീട്ടിൽ നിൽക്കാൻ തയ്യാ. വളരെ പ്രതിസന്ധി. ഭാര്യമാരോടെല്ലാം ഒന്നും തുറന്ന് പറയാനും ഒക്കത്തില്ല. പിന്നെ നിന്റെ മാർവെടുത്ത് ജയിക്കുന്ന ഭാര്യയോട് പോലും എല്ലാം തുറന്ന് പറയുന്ന പുസ്തകത്തിന്റെ വാക്യം. എല്ലാം ഒന്നും തുറന്ന് പറയരുത്. പറയേണ്ടതേ പറയാവൂ. നിങ്ങളും അങ്ങനെ പറയാവൂ. എല്ലാം ഒന്നും തുറന്ന് ഞാൻ വിസിയം കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ മതി, ചരിത്രം ഒന്നും പറയണ്ട. പഠിക്കുന്നുള്ളത് സന്തോഷം, അത് മതി. അതിന് കൂടുതൽ വിവരണങ്ങളൊന്നും എല്ലാം ഒന്നും തുറന്ന് പറയരുത്. പക്ഷെ എല്ലാം ദൈവത്തോട് പറയണം. അവിടെ ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ. എന്നാ ചാടി കഴിയുമ്പോൾ സങ്കടപ്പെടേണ്ട, ഉള്ള കാര്യമായി പറയാം. യേശുവോടു ചെന്ന് ചൊല്ലുമ്പോൾ താൻ കേൾക്കും. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം കർത്താവിനോട് പറയാം. പക്ഷെ എല്ലാ കാര്യം എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല. ഭാര്യമാരോടെല്ലാം ഒന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ മനോവേദനയോടാ യാത്ര. അങ്ങനെ യാത്ര ചെയ്ത് യാബോക്ക് കടവിന്റെ തീരത്ത് വന്ന് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. അക്കരെ കടത്തി വളരെ ഭാരത്തോടെ നിൽക്കുമ്പോൾ ദൂതൻ വന്നു. ദൂതനുമായിട്ട് മല്ല് പിടിച്ചെന്ന ഉൽപ്പത്തിയിൽ ഹോശിയാക്കി പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ചെന്ന. നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. അപ്പൊ ദൂതൻ പറഞ്ഞു, ജേക്കബേ വിടടാ, സൂര്യൻ ഉദിക്കുന്നു, വെളിച്ചം വീശുന്നു, എനിക്ക് പോകണം. അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുന്നില്ലെന്ന് കണ്ടപ്പോൾ യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. പേരെന്നാന്ന് ചോദിച്ചു. പേര് ജേക്കബ്. 27 അങ്ങനല്ല പറഞ്ഞേ. 27 അത് 27 അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു ചെറിയ പിടുത്തം, ചെറുതല്ല വലിയ പിടുത്തമാ തുടയുടെ സത്യം പറഞ്ഞു. അപ്പൊ തമ്മിലാ പറഞ്ഞിരിക്കും, വിവരിക്കുന്നില്ല. തമ്മിലാ പറഞ്ഞു, നീ സത്യം സംസാരിച്ചല്ലോ, നിന്റെ പേര് ജേക്കബ് എന്നല്ല, ഇസ്രായേൽ പ്രഭു. പ്രഭു ഉപായമല്ല. ഇന്ന് രാത്രി നിർത്തിക്കോണം, വിട്ടോണം. നിന്റെ പേര് പ്രഭുവാണ്. നിന്റെ പേരും പ്രകൃതിയുമെല്ലാം മാറുക. യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ദൂതൻ എന്ന് പറയുന്നത് ദൈവം തന്നെ. സർവശക്തൻ തന്റെ കൈ കൊണ്ട് യാക്കോബിനെ തൊട്ടു. ഇവന്റെ പഴയ പേരും പ്രകൃതിയും മാറി ഒരനുഗ്രഹത്തിന്റെ പേര് ദൈവം കൊടുത്തു. മാത്രമാണോ, പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ 33 ഏശാവോടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴുത്ത് വീണ് ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. ഞാനിങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ നിന്റെ പേരും പ്രകൃതിയും മാറി വിരോധമായി നിൽക്കുന്നവൻ അനുകൂലപ്പെട്ടു വരും. യാക്കോബിനെ തൊട്ട കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊടും. നിന്റെ പഴയ പേരും പ്രകൃതിയും എല്ലാം മാറ്റി അവൻ അനുഗ്രഹത്തിന്റെ പേര് ദൈവം നിനക്ക് നൽകി. നിനക്ക് വിരോധമായി പ്രതികൂലമായി നിൽക്കുന്നവരെ ഇന്ന് രാത്രി അവിടുന്ന് അനുകൂലപ്പെടുത്തി നിന്നോട് കൂടെ വരുത്തുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. യാക്കോബിനെ തൊട്ട കരം കുറുകിപ്പോയിട്ടില്ല. വാക്യങ്ങൾ ഒത്തിരി പറഞ്ഞെങ്കിലും എല്ലാം പറയുന്നില്ല, പെട്ടെന്ന് നിർത്തുക. രാജകന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7 8 അറിവുള്ള വാക്യം വായിച്ചു. രാജകന്മാരുടെ 1-ാം പുസ്തകം 19-ന്റെ 7 8 പെട്ടെന്ന് വായിക്കാം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. ഒരാളെ തൊട്ടു, ഈ പുള്ളിയെ തട്ടി. പിന്നെ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ച് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. പശ്ചാത്തലഭാഗമൊക്കെ അറിയാം. ഒരു തള്ളയുടെ വാക്ക് കേട്ട് പേടിച്ച് കിടക്കായി ആകാൻ. തള്ള എത്ര തള്ളയാ? പിന്നെ ഉള്ള പ്രാർത്ഥന തന്നെ തട്ടിയ തള്ളയാ. എന്നാണ് ഫാസ്റ്റ് പറയാം. പാമ്പ് പിടിച്ചവനെ വക വരുത്തി. തന്നെയല്ല തള്ള കൂടോത്രക്കാരിയാ. നാളെ ഞാൻ സ്ഥലത്ത് നിന്ന് വെച്ച് പുള്ളിക്കാരിയാണ്. അത് കൂടോത്ര കുഞ്ഞമ്മയാണ്. അത് വേറെ വിഷയമായി ഇപ്പൊ പറയാനൊക്കത്തില്ല. ഇവിടെ ശുദ്രക്കാരിയായി ഇസബേല്. സീദോനെ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രിയാണ് ഇസബേല്. ശുദ്രം ചെയ്യും. അതുകൊണ്ട് ഏകോ ഇസ്രായേൽ വന്നപ്പോ യോരാ ചോദിച്ചു, ഏകുവേ സമാധാനമാണോ? അപ്പൊ ഏക് പറഞ്ഞു, എനിക്കോ? എടാ, നിന്റെ അമ്മയുടെ കൂടോത്രം ശുദ്രമേ, ഇതുപോലെ ഒടുക്കത്തിരിക്കുമ്പോ എനിക്ക് വല്ല സമാധാനമുണ്ടോ? എന്റെ 2 കണ്ണന്മാരെ കണ്ട ഭാഗമൊക്കെ നിങ്ങൾ അറിയാൻ തട്ടി തള്ള താഴെ ഇട്ട് തള്ളാ കണ്ണുമൊക്കെ ഇങ്ങനെ എഴുതി അടിച്ച് തള്ള താഴെ ഇട്ട് കണ്ടമാനം നീ എഴുതരുത്. മുടിയെല്ലാം ചീകി ചന്ദ്രാക്കൊള്ളിയെല്ലാം ഒപ്പിട്ട് ഇങ്ങനെ വിലസായിരുന്നു. എന്നാ പറയുന്നത്,
ആരുമില്ലയോ എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം അടിച്ച് താഴെ കെട്ടിയാണ്. അപ്പൊ ഇവിടെ ശുദ്ധീകരണം ചെയ്യുന്ന അഹങ്കാരിക. മാത്രമല്ല തന്റെ പ്രവാചകന്മാരെ കൊന്നതിന് ചൂട് പിടിച്ചു പറഞ്ഞു, അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ഏലിയാവിനെ തട്ടു. പുള്ളി പേടിച്ച് ചൂടച്ചെടിയുടെ അതിനെപ്പറ്റി വേറെ പഠിതാക്കളിൽ ചെല്ല് പറയുന്നത് ഇവിടെ ശുദ്ധരം ചെയ്യുന്ന മഴ ഏലിയാവിനെതിരെ ഭയങ്കര ആവിചാരം ചെയ്തെന്ന്. അതിന്റെ ഫൈറ്റിംഗ് ഉണ്ടായി, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ജയിക്കത്തില്ല, ഫൈറ്റിംഗ് ഉണ്ട്. ആ ഫൈറ്റിങ്ങിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ യോജിക്കത്തില്ല. ഈ മുഴങ്കാലയിലിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ ദൈവം നിനക്ക് ജയം തരും. നിന്നെ ചപ്പളാത്തിയാടിയൊക്കെ ആടിയിരുന്ന വ്യാധി നിന്നെ ചാപ്പും. ഞായറാഴ്ച വന്നിരിക്കുക, മുണ്ടിയിരിക്കും പോലെ നാളെ എടുത്തിരിക്കുക. അപചാരത്തിന്റെ എഫക്ട് ഉണ്ട്. പക്ഷെ അത് നിന്നെ ജയിക്കത്തില്ല. ജയിക്കാതിരിക്കണമെങ്കിൽ നീ പരിശുദ്ധാത്മ നിറവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ പോരിന്റെ ആദ്യം ജനീകമല്ല, കോട്ടകളെ ഇരിക്കുന്ന ദൈവശക്തിയാണ്. അല്ലാതെ വിവരിക്കുന്നില്ല. പുള്ളി മേടിച്ച് കിടക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞു, മതി കർത്താവ് ശുശ്രൂഷകളത്തിന് എതിരെ തന്നെ അങ്ങ് തമ്പുരാൻ. നിന്റെ വിചാരമാണോ ദൈവത്തിന്റെ വിചാരം? നീ മരുഭൂമിയിൽ മരിക്കാൻ കിടക്കുക. തമ്പുരാന്റെ പദ്ധതി എന്നാണെന്നറിയാം. എടാ നീ ചാടത്തില്ല. അഗ്നിമയ രഥങ്ങളും വശങ്ങളും കൂടെ അങ്ങോട്ട് ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെടുമ്പോൾ സകലം നിന്റെ ശിക്ഷം നോക്കുന്നേക്ക് ഞാൻ നിന്നെ മേളോട്ട് എടുക്കാൻ പോവാ. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയുമല്ല ദൈവത്തിന്റെ വഴി. അതുകൊണ്ടാണ് നമ്മുടെ തട്ടി യാക്കോബിനെ തൊട്ടു, ഇങ്ങനെ തട്ടി എഴുതാൻ ഭക്ഷണം കഴിക്കാൻ കഴിച്ചു കുടിച്ചു. ആ ആകാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഓരോ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നിന്നെ തൊട്ടാൽ അവിടെ ദൂതൻ വന്ന് തൊട്ടു കരം തൊട്ട് കഴിഞ്ഞപ്പോൾ മരണഭീതി മാറി, ചിത്തഭ്രമം മാറി. ഇവൻ ഉദ്ദേശിക്കാത്ത സ്ഥാനത്തും ദൈവം എത്തിച്ചു. അവനെ പറഞ്ഞ് ശുശ്രൂഷയുണ്ട്. നീ യേഹൂവിനെ അഭിഷേകം ചെയ്യണം, എലീശായെ അഭിഷേകം ചെയ്യണം. സ്തോത്രം. ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കാതെ ആര് നിനക്കെതിരെ ആവിചാരമോ മന്ത്രവാദമോ ശുദ്രമോ എന്ത് ചെയ്താലും ഏക്കത്തില്ല. ആവിചാരം യാക്കോബിന് പറ്റത്തില്ല. ലക്ഷണമിട്ട് ഇസ്രായേലിന് ഫലിക്കത്തില്ല. നിനക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിന്നെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ദൈവമുണ്ട്. അവൻ യാക്കോബിനെ തൊട്ടകരം കുറുകി പോയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഈ തരത്തിനെ തൊടുക. മാനത്ത് ചിത്തപ്രബന്ധങ്ങൾ മാനത്ത് നിന്റെ കുടുംബത്തിനെതിരെ നന്മക്കെതിരെ തലമുറക്കെതിരെ ആവിചാരവും ശുദ്രപ്രയോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാണ്. അനുഭവിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വപ്പെടുത്ത്. ആവിചാരത്തിന്റെ ശക്തികൾ, തന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശാധിപതികളുടെ പോരികൾ, ദേശത്തിന്റെ കെട്ടുകൾ ദൈവത്തിന് മഹിത്വം, ദൈവത്തിന് മഹിത്വം, ദൈവത്തിന് മഹിത്വം. കരമുയർത്തി ദൈവത്തെ കുറിക്കുക. ഞാൻ ദീർഘമാക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിൽ നിർത്തുക. യാക്കോബിനെ തൊട്ടകരം കുറുകി, ഏലിയാവിനെ തൊട്ടകരവും കുറുകിപ്പോയില്ല. മത്തായി 5:6-7 ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗം കഴിഞ്ഞ് ചിറങ്ങി വന്നപ്പം ആ മലയിൽ നിറങ്ങി തന്നെ പൊടുത്തം നിൽക്കുന്നു. കുറ്റരോഗിയ. അവൻ ചോദിച്ചു, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഇവന്റെ ഹൃദയവേദന കണ്ട ചേച്ചി പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കൈ നീട്ടി തൊട്ടു, അന്നേരം ശുദ്ധമാണ്. അവിടുത്തെ കരം രോഗശാന്തി തരുന്ന കരമാണ്. കുറ്റരോഗിയെ തൊട്ട കരം കുറുകിയിട്ട് തന്നെ. ബ്രെയിൻ ട്യൂമർ ഒന്നും ദൈവത്തിന് വിഷയമല്ല, ക്യാൻസർ ഒന്നും ദൈവത്തിന് വിഷയമല്ല, കിഡ്നി പ്രോബ്ലം ഒന്നും ദൈവത്തിന് വിഷയമല്ല, ഷുഗർ കൂടിയതൊന്നും ദൈവത്തിന് വിഷയമല്ല. അവൻ ഹാർട്ടിൽ ഇത്ര ബ്ലോക്ക് ക്രെഡിറ്റാ പറഞ്ഞ പൊട്ട ഇത് ദൈവത്തിന് വിഷയമൊന്നുമല്ല. എട്ട് സ്തോത്രം. സകല ബ്ലോക്കും ഇന്ന് രാത്രി യേശു മാറ്റും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പെട്ടാൽ സൗഖ്യമെന്ന് വിരിക്കുക. രോഗശാന്തിയും ആരോഗ്യം നമ്മുടെ വാഗ്ദത്തമാണെന്ന്. കുറ്റരോഗിയെ തൊട്ടകരം കുറുതി പോയിട്ടില്ല. ഇന്ന് അവൻ സകല കെടുതികൾ രോഗപീഠകള് ഇന്ന് രാത്രി യേശു മാറ്റും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വമെടുക്കും. രോഗത്തിന്റെ അകത്തുനിന്നൊക്കെ ബോധിക്കും. സകല രോഗത്തെ സൗഖ്യമാക്കും. അവൻ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. കുറ്റരോഗിയെ തൊട്ടകരം കുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ശിഷ്യന്മാർ തടഞ്ഞു. ഇപ്പൊ ടൈമൊന്നും ആയില്ല, ഇപ്പൊ പിള്ളേർക്കുള്ള ടൈമല്ല, പ്രായമുള്ളവർക്ക് വേണ്ടി അല്ലല്ല. കഴിച്ചു പറഞ്ഞു, എന്തിനാ അവരെ തടയുന്നത്? അവിടുത്തെ തൃക്കൈ വെച്ച് കുഞ്ഞുങ്ങളുടെ ശിരസ് വെച്ച് അനുഗ്രഹിച്ചു. ആ കരത്തിന്റെ പ്രത്യേകത നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നതാണ്. കണ്ടോ, 3 or 4 ദൈവം നിനക്ക് തന്ന സന്തതിയെ ഒരെണ്ണം നശിച്ചു പോകത്തില്ല. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ്.